സോ നമ്മുടെ ഇത് 1 BHK ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണുള്ളത്. അപ്പോൾ നമ്മൾ ഫർണിഷ്ഡ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫർണിച്ചേഴ്സും നമുക്ക് ഓണർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, 3 ചെയർസ് ഉണ്ട്, പിന്നെ 2 ടീപ്പോയ് ഉണ്ട്, പിന്നെ ഒരു TV സ്റ്റാൻഡ്, പിന്നെ ആദ്യക്കുട്ടിക്ക് ഇരിക്കാൻ ഒരു കുട്ടി വുഡൻ ചെയർ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. മൊത്തത്തിൽ അത്രയ്ക്കും ഒരു ആർഭാടമായിട്ട് ഡെക്കറേഷൻ ഇല്ലെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട് തന്നെയാണ്. പിന്നെ നല്ല വീതിയുള്ള ബാൽക്കണി കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്ക് തുണി ഉണക്കാൻ ഇതിന് മുന്നത്തെ ഫ്ലാറ്റ് നമുക്ക് തീരെ സ്ഥലം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ബെഡ്റൂമിലാണ് ഉണക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ബാൽക്കണി കിട്ടിയപ്പോൾ ഒരു ലോട്ടറി അടിച്ച പോലെ ആയി. എന്നിട്ട് നമ്മൾ റൈറ്റിലോട്ട് തിരിയുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ എല്ലാം ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ്. ഇതുമായിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം ഇതൊന്ന് ഒതുക്കി വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലൊരു വ്ളോഗ് എടുക്കാം കേട്ടോ, എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം. അപ്പം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ എത്രത്തോളം വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഇരുന്ന ഫ്ലാറ്റിലും ഈ ഒരു ഫ്ലാറ്റും തമ്മിൽ എന്തൊരു വ്യത്യാസമല്ലേ. നല്ല സ്പേസാണ്. അതേപോലെ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ നല്ല ഇതേപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ഉണ്ട്. എവിടെയും ട്യൂബ് ലൈറ്റ് ഇല്ല കേട്ടോ. ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മറ്റേ സീലിംഗ് ഷോ പീസ് ലാമ്പ് പോലെയാണ്. സോ ഞാൻ തുണികളൊക്കെ അങ്ങനെ മടക്കി വെക്കാൻ പോണേ ഉള്ളൂ. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു കിഡിലൻ റൂം തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കുട്ടി ഈസ് ഓൾസോ എൻജോയിങ് ഹിയർ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സീലിംഗ് ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീട്ടിൽ. അപ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇത് നല്ല രസമാട്ടോ, നല്ലൊരു വ്യത്യാസമായിട്ടുള്ള ഫീലിംഗ് ആണ്. അതേപോലെ അവർ കർട്ടൻസോ അങ്ങനത്തെയുള്ള കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടിയുടെ ചെയർ അത് പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ ഞാൻ ആലോചിക്കുന്നത് ബെഡ്റൂമിലോട്ട് വെച്ചാലോ. കാരണം ബെഡ്റൂമിൽ ചെയർ ഇല്ലല്ലോ, ടേബിളും ചെയറൊന്നും ഇല്ലാത്ത കാരണം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഈ കഷായം അരിഷ്ടം ഇങ്ങനത്തുള്ള ഐറ്റംസൊക്കെ എവിടെ കൊണ്ട് വെക്കും എന്നുള്ള ചിന്തയിലാണ്. ഇപ്പോൾ ബാക്കിയൊക്കെ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് വേറെ ഒന്നും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് കുട്ടി ചെയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഇത് സെറ്റപ്പ് ബോക്സ് നമ്മുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ട്. എൻ്റെ അമ്മയെ നല്ല ജലദോഷം പിടിച്ച് ഇവിടെ പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ച് അലർജി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോഴും അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നുള്ളത്. കിച്ചൻ്റെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റാക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി വരണേ ഉള്ളൂ, മുഴുവനായിട്ട് ഒതുക്കി വെച്ചിട്ടില്ല. എന്നാലും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല നമുക്ക് സ്പേസ് കിട്ടും. നമുക്ക് എല്ലാം നമ്മുടെ മസാല പൊടികൾ പാത്രങ്ങൾ എല്ലാം നമുക്ക് ഈ റാക്കിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റും കേട്ടോ. അത്യാവശ്യം അത്രയ്ക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയ കിച്ചൺ ഇപ്പോൾ ചില ബിൽഡിങ്സൊക്കെ പോയി കഴിഞ്ഞാൽ തീരെ ചെറിയ കിച്ചൺ ആയിരിക്കും. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്പേസ് കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി പാത്രങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച ദിവസം ഏട്ടനും കൂടി ഉള്ളപ്പോൾ ഒന്നിച്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഹെൽപ്പ് ആവുമല്ലേ. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്ത് പണി ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ബർഡൻ പോലെ തോന്നി. ഇപ്പോൾ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കാനായിട്ട് മറ്റേ പ്ലേറ്റ് വെക്കാനായിട്ടുള്ള ഒരു സംഭവം എനിക്കൊരു പേരറിയില്ല എന്താ പറയുക എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആകുമ്പോൾ വില കുറവിൽ കിട്ടും. ഈ ഒരു സ്പേസ് നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് കൊണ്ട് വെക്കാനുള്ളതാണ് കേട്ടോ.